ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നിന്നോട് പറയാൻ നോക്കുമ്പോ നീ സമ്മതിക്കുന്നില്ലല്ലോ. ഇന്ന് പെണ്ണ് കാണാൻ പോകുമ്പോ നിനക്ക് മനസ്സിലാകും പ്രീതിയും പ്രാർത്ഥനയും എല്ലാം ഒരാളാണെന്ന്. ജുവലേഴ്സിലെ അരുൺ പറഞ്ഞ നിനക്ക് പ്രീതിയോട് ഇഷ്ടമുണ്ടെന്നെല്ലാം ഞാൻ അറിഞ്ഞത്. അങ്ങനെ എന്റെ അനിയൻ ഇഷ്ടം തോന്നിയ ആ പെൺകുട്ടി ആരാണെന്നറിയാൻ ഞാൻ CCTV ഫുട്ടേജ് നോക്കിയപ്പോഴാണ് ജേർണലിസത്തിൽ റാങ്ക് വാങ്ങിച്ച UAE-കാരി മലയാളി പ്രാർത്ഥനയാണെന്ന് എനിക്ക് മനസ്സിലായത്. അതും ഋഷഭ് സാറിന്റെ മകൾ. പിന്നീട് ഞാൻ ഋഷഭ് സാറിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർക്കും ഈ ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് അവർ പറഞ്ഞു. പക്ഷെ ഇത് നിന്നോടൊന്ന് പറയാൻ നീ സമ്മതിക്കണ്ടേ? അവസാനം നിനക്കൊരു സർപ്രൈസ് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഇന്ന് ശരിക്കും നീ പ്രാർത്ഥനയെ കാണുമ്പോൾ ഞെട്ടിപ്പോകും. ഇത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിനയ് ചിരിച്ചു. വിനയ് കരുതിയിരുന്നത് CCTVയിൽ കണ്ട പെൺകുട്ടി യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാണെന്നായിരുന്നു. പക്ഷെ അത് പ്രീതിയാണെന്ന് രഘുവിന് മാത്രമല്ലേ അറിയൂ. അല്പനേരം കഴിഞ്ഞ് രഘുവും വിനയും ഗുജറാൾ വീടിന്റെ മുന്നിലെത്തി. തനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിലും വിനയുടെ നിർബന്ധത്തിനുമേൽ രഘു സന്തോഷം അഭിനയിച്ചു. കാറിൽ നിന്നിറങ്ങിയ രഘുവിനെയും വിനയെയും സ്വീകരിച്ച് ഋഷി വീടിനകത്തേക്ക് കൊണ്ടുപോയി. ശേഷം ഋഷി പറഞ്ഞു, പ്രാർത്ഥനയെ കൂട്ടിക്കൊണ്ടുവാ. അന്നേരം അനുമോൾ അങ്ങോട്ടേക്ക് കുറച്ച് ജിലേബിയും ലഡുവും ഒക്കെ നിറഞ്ഞ ട്രേയുമായി വന്നു. രഘു ഇരിക്കുന്ന സോഫയുടെ മുന്നിലെ ടേബിളിൽ അതെല്ലാം വെച്ച് അനുമോൾ ഋഷിയുടെയും ജീവന്റെയും അടുത്ത് വന്നിരുന്നു. അപ്പോൾ രഘു അനുമോളാണ് പെൺകുട്ടിയെന്ന് തെറ്റിദ്ധരിച്ചു. ശേഷം രഘു മനസ്സിൽ പറഞ്ഞു, ഇതാണോ ഏട്ടൻ പറഞ്ഞ ആ സുന്ദരി? എന്റെ പ്രീതി. അവളുടെ അഴക് അതൊന്നു വേറെയാ. ഇതെന്താ പ്രീതിയെ കളിയാക്കും പോലെ ഏട്ടൻ പറഞ്ഞതായിരിക്കുമോ? തന്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയോട് എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് കരുതിക്കൊണ്ട് രഘു ചോദിച്ചു, അല്ല പ്രാർത്ഥന, താനിപ്പോ ഏതുവരെ പഠിച്ചു? അന്നേരം ചിരിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു, അയ്യോ രഘുമോനെ, ഇത് പ്രാർത്ഥനയല്ല, ഇത് എന്റെ ഇളയ മകളാണ്. ഇവൾക്ക് മുകളിലുള്ള മകളാണ് പ്രാർത്ഥന. രഘു അന്നേരം ഒന്ന് ചമ്മി. അപ്പോൾ ഋഷി പറഞ്ഞു, മോളെയും കൂട്ടി വാ, വേഗം ആവട്ടെ. അന്നേരം മുകളിലത്തെ നിലയിൽ നിന്നും ദാ വരുന്നു ഋഷിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയും കൂട്ടി താഴേക്ക് പടികൾ ഇറങ്ങി വന്നു. പ്രാർത്ഥനയുടെ മുഖം ഒരു ഷാൾ കൊണ്ട് മൂടുപടം പോലെ മൂടിയിരുന്നു. പടികളിറങ്ങി താഴേക്ക് വന്ന് പറഞ്ഞു, ഇതാണ് പ്രാർത്ഥന. ഈ മൂടുപടം ഇട്ടിരിക്കുന്നത് ഒരു ചെറിയ ചടങ്ങ്, അത്രേ ഉള്ളൂ. അന്നേരം പ്രതയെ കണ്ടപ്പോൾ നല്ല മുഖപരിചയമുള്ള പോലെ രഘുവിന് തോന്നി. ഈശ്വര, ഇതുപോലൊരു മുഖം നല്ല പരിചയമുണ്ടല്ലോ. ഏതാണ്ട് ഇതാ എവിടെയോ കണ്ടതുപോലെ. ഈ കണ്ണടയും ഈ കെട്ടിവെച്ച മുടിയും ഈ മുഖവും, ഇത് മറ്റേതോ ഒരു സ്റ്റൈലിൽ ഞാൻ എവിടെയോ കണ്ടതുപോലെ. അപ്പോഴേക്കും ഋഷി പറഞ്ഞു, മോനെ, ഇതൊക്കെ എൻ്റെ വൈഫിന്റെ ഓരോ വിശ്വാസം, അത്രേ ഉള്ളൂ. ആ മൂടുപടം മാറ്റ് മോളുടെ മുഖത്തു നിന്ന്. ഋഷി അങ്ങനെ പറഞ്ഞതും ആ മൂടുപടം പ്രാർത്ഥനയുടെ മുഖത്തു നിന്നും മാറ്റി. രഘു ഞെട്ടിപ്പോയി. താൻ പ്രണയിക്കുന്ന പ്രീതി തന്റെ കൺമുന്നിൽ നിൽക്കുന്നുവെന്ന് രഘു തെറ്റിദ്ധരിച്ചുകൊണ്ട് രഘു താൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. അന്നേരം പ്രാർത്ഥന നാണം കൊണ്ട് രഘുവിന്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കി നിൽക്കുവാണ്. പെട്ടെന്ന് തന്റെ കൈകൊണ്ട് പ്രാർത്ഥനയുടെ താടിയിൽ പിടിച്ച്, ദേ നിന്റെ ചെക്കനെ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ താടി ഉയർത്തി. പ്രാർത്ഥന അന്നേരം രഘുവിന്റെ മുഖത്തേക്ക് നോക്കി. രഘുവും അവളെ തന്നെ നോക്കി നിന്നു. ഇരുവർക്കുമിടയിലെ മിഴികളിൽ അന്നേരം എന്തോ കൈമാറുന്നുണ്ടായിരുന്നു. എനിക്ക് സമ്മതം, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതം. മോളെ, നിനക്ക് രഘുമോനെ ഇഷ്ടപ്പെട്ടോ? എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ. ആ രഘു സാറിനെ എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പോലും കഴിയാത്തത് എന്തുകൊണ്ടാണ്? പറ, എന്താ ഞാൻ ചെയ്യണ്ടേ? ഈ വല്യ മുത്തശ്ശി നിന്റെ കൂടെയില്ലേ? പ്രീതി, എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ആൾ, രഘുവീർ അലാവത്ത്.